ആർക്ക് കണ്ണൂരും തൃശ്ശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കലോത്സവം പണ്ടാരം എന്തൊരു ട്രാഫിക് ബ്ലോക്കാ. അതിനിടയിൽ ഒടുക്കത്തെ തലവേദനയും. വാർത്ത കേട്ട് കേട്ട് മടുത്തു. ഇപ്പം എന്താ ചെയ്യുക? ഏതെങ്കിലും വേദിയിലേക്ക് പോയാലോ? വയലിനിൽ ഈടങ്ങളുടെ മഹാവിസ്മയം തീർക്കുന്ന മഹാമാന്ത്രികന്മാരായ 2 കലാകാരന്മാരുണ്ട് നമ്മുടെ കൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്വൈതും നിവേദും. പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ മാന്ത്രിക വിരലുകളാൽ മഹാവിസ്മയം തീർക്കുന്ന ആ കലാകാരന്മാർ. നമുക്കിവരെ പരിചയപ്പെടാം. പേരെന്താ മോനെ? എൻ്റെ പേര് അദ്വൈത്. എവിടുന്നാ വരുന്നേ? ഞാൻ തൃശ്ശൂർ തയ്യൂരിന്ന്. ഇവിടുത്തെ നാട്ടുകാരനാണ്, തൃശ്ശൂരുകാരനാണ്. അതെ. മേളത്തിൽ നിന്നും വയലിൻ, ചെണ്ടമേളമാണ് തൃശ്ശൂരിന് പേരെടുത്തത്. എങ്ങനെ ഈ വയലിനിലേക്ക് എത്തുന്നത്? എൻ്റെ അച്ഛൻ്റെ ചെറുപ്പത്തെ ആഗ്രഹമായിരുന്നു വയലിൻ പഠിക്കണമെന്ന്. പക്ഷേ അച്ഛനത് സാധിച്ചില്ല. അപ്പോൾ അച്ഛൻ എന്നെ പഠിപ്പിച്ചു. ഇനി നമുക്ക് പരിചയപ്പെടാം. അദ്വൈത് എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, കൊല്ലംകാരനാണ്. നമ്മൾ അയൽക്കാരായിട്ട് വരും. അഞ്ചലുകാരനാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്. ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരുന്നത്? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രകടനം? വളരെ നന്നായിരുന്നു. എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ എനിക്ക് ഇത്രയും ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് വായിക്കാൻ പറ്റും. നമുക്ക് ഈ കൊല്ലംകാരൻ്റെയും തൃശ്ശൂർക്കാരൻ്റെയും മാസ്മരിക പ്രകടനം കാണാം. കൊല്ലംകാരൻ്റെ പെർഫോമൻസ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന തൃശ്ശൂരുകാരൻ്റെ പെർഫോമൻസാണ്. തൃശ്ശൂരുകാരെ എങ്ങനെ പെർഫോം ചെയ്യും നോക്കിയാലോ? അപ്പോൾ ഈ 2 മിടുക്കന്മാരെയും പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ ഒരു ചേട്ടൻ തന്നെ വിളിക്കാം. ഭരത് ഏത് നാട്ടുകാരനാ? ഞാൻ ആലപ്പുഴ തകഴി സ്വദേശിയാണ്. എത്ര നാളായി ഇത് പഠിക്കുന്നു? ഞാനിപ്പോൾ 6-7 വർഷമായി. 6-7 വർഷമായി. എങ്ങനെ ഇതിനോടൊരു സ്നേഹം? ഞാൻ ആദ്യം ശാസ്ത്രീയ സംഗീതത്തിലാണ് തുടങ്ങിയത്. എൻ്റെ ചേച്ചിയും ശാസ്ത്രീയ സംഗീതമായിരുന്നു. ചേച്ചി ആദ്യം ശാസ്ത്രീയ സംഗീതം വയലിലും പാണാവള്ളി വിജയകുമാർ സാറും ജ്യോതിലക്ഷ്മി ടീച്ചറുടെ അടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനപ്പോൾ കൂടെ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പോൾ സാറ് തന്നെ എനിക്ക് വയലിനെടുത്ത് തന്ന് സാറ് എന്നെ പഠിപ്പിക്കുമായിരുന്നു തന്നെ. അങ്ങനെയാണ് ഞാൻ വയലിലേക്ക് വന്നത്. ശരി, നിങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു പാട്ട് ഒരുമിച്ച് പ്ലേ ചെയ്യാൻ പറ്റുമോ?
വെച്ചാൽ ഗംഭീരം, 3 പേരും ഒന്നിനൊന്ന് തകർത്തു. അതിനിടയ്ക്ക് ഒരു സംഗതി ഇട്ടു, അതെങ്ങനെയാ? കൈ നിട്ടതാണോ? അല്ലാതെ ബിറ്റിലുള്ള ബിറ്റിലുള്ളതാണല്ലേ? യെസ്, നന്നായിട്ടുണ്ട്. ഈ തന്ത്രികളിൽ നിന്ന് ഉയർന്നത് വെറും ശബ്ദങ്ങളല്ല, ഈണങ്ങളുടെ പെരുമഴയാണ് ഭാവിയിലെ വയലിനിസ്റ്റുകൾ. എത്ര മനോഹരമായാണ് ആ മാന്ത്രിക വിരലുകൾ ചലിക്കുന്നത്. എനിക്കിവിടെ നിന്ന് ശരിക്കും പോകാനേ തോന്നുന്നില്ല, അത്രയേറെ മനോഹരമാണ്. ഇനി എനിക്ക് ഒരുപാട് കേൾക്കാനുണ്ട്. ക്യാമറ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ കുട്ടികളോടൊപ്പം വീണ്ടും തുടരും. എന്തായാലും സന്തോഷ് കാവിലക്കാടിനോടൊപ്പം അശ്വതി കെ വാതുക്കൽ.